ഹായ്, ഡിസൈർ ഫോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഹോളിഡെക്സ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം, അതുപോലെ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ലിക്വിഡിറ്റി പൂളിലേക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്ത് ലിക്വിഡിറ്റി പ്രൊവൈഡറായി നിന്നുകൊണ്ട് എങ്ങനെ വരുമാനം നേടാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഹോളിഡെക്സ് എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് കാണുക. ഇപ്പോൾ ഇതിൻ്റെ ആൽഫ വേർഷനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇൻ്റർഫേസിനകത്ത് നമുക്കറിയാം, അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണക്റ്റ് വാലറ്റ് കാണാം. ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് ഞാൻ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് വാലറ്റാണ്. ട്രസ്റ്റ് വാലറ്റ് ഞാൻ അടിക്കുന്നു. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ എൻ്റെ വാലറ്റ് ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ട്രസ്റ്റ് വാലറ്റിലുള്ള അസറ്റുകൾ നിങ്ങൾക്ക് അവിടെ ഷോ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പോളിഗൺ USDT ട്രേഡിംഗ് പെയറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിലേക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, എൻ്റെ കൈമുള്ള അസറ്റിനെ 50-50 ആക്കണം. അപ്പോൾ അതിനെ പറയുന്നത് സ്വാപ്പിംഗ് എന്ന് പറയും. അപ്പോൾ എൻ്റെ കൈമ USDT ഞാൻ $5 സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പോളിഗൺ താഴെ ആഡ് ആവുന്നു. ടോട്ടൽ എൻ്റെ കയ്യിൽ $10 ഉണ്ടായിരുന്നത്. അപ്പം 50-50 ആയിട്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം സ്വാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്മാർട്ട് കോൾ പോകും. ആ സ്മാർട്ട് കോളിൽ എന്ത് ചെയ്യും, നമ്മൾ അപ്രൂവ് ചെയ്യാം. നമുക്കെന്താവും, എൻ്റെ കൈമുള്ള USDTയും അതേപോലെ തന്നെ $5 കണക്കായിട്ടുള്ള പോളിഗൺ താഴെയും $5 മുകളിലും. അപ്പം രണ്ടും ഈക്വലായി സ്വാപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ അസറ്റുകൾ ലിക്വിഡിറ്റി പൂളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്വാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് പൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കാണാം. ആ പൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ പൂൾസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിഗൺ USDT ട്രേഡിംഗ് പെയർ അവിടെ ഓപ്പണായി കാണാം. 2025 ജനുവരി 20 ഹോളിഡെക്സ് എക്സ്ചേഞ്ച് ലോഞ്ച് ആവുന്നത്. നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിനകത്ത് ടോട്ടൽ ആയിട്ട് വന്ന ലിക്വിഡിറ്റി കാണാം, TVL കാണാം. അതേപോലെ ഓരോ 24 മണിക്കൂറിലും ട്രാൻസാക്ഷൻ നടക്കുന്ന ഗ്യാസ് ഫീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാണാം ഈ ഇൻ്റർഫേസ് തന്നെ. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് പോളിഗൺ USDT പെയറാണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക, ക്രിയേറ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനായി നമ്മൾ ക്രിയേറ്റ് പൊസിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസാണ് ഓപ്പണായി വരിക. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിനകത്ത് ആദ്യം സെലക്ട് റേഞ്ച്, ഏത് റേഞ്ചിലാണ് നമ്മൾ ഇവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഏകദേശം ഡിഫോൾട്ടായിട്ട് 4 ഓപ്ഷനാണ് ഉള്ളത്. ഈ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഓപ്ഷനിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രോഫിറ്റാണ് ജനറേറ്റ് ആവുക. അത് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യുക. ഇവിടെ നാരോ ഉണ്ട്, കോമൺ ഉണ്ട്, അതേപോലെ വൈഡ് ഉണ്ട്, അതുപോലെ ഫുൾ ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷനിലാണ് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓരോ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പെർസെൻറ്റേജ് ആണ് കാണാൻ പറ്റുക. അതിൽ ഫുള്ളാണ് നിങ്ങൾക്ക് 50-50 ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് അവിടെ ജസ്റ്റ് ചെറിയ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അതായത് 0.53 APR ആനുവൽ പ്രീമിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 4.07, അതായത് വൈഡിൽ. മൂന്നാമത്തെ ഓപ്ഷൻ കോമൺ, അവിടെ നിങ്ങൾക്ക് കാണാം 7.70%. പിന്നെ 4ാമത്തെ ഓപ്ഷൻ വരുന്നത് നാരോ ആണ്. നാരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് 14.52% കാണാം. ഇങ്ങനെ 4 പൊസിഷനിലാണ് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ നാരോ ആണ്. നാരോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലിക്വിഡിറ്റി ആഡ് ചെയ്യുക. അതിനായി നിങ്ങൾ ആ ഇൻ്റർഫേസിൽ കാണിക്കുന്നത് പോലെ പോളിഗൺ 67% കാണിക്കുന്നത്, അതേപോലെ 33% USDT. അപ്പോൾ നമുക്ക് ഒന്നുകിൽ പോളിഗൺ ആഡ് ചെയ്യാം എക്സ്ട്രാ അഡീഷണൽ, അല്ലെങ്കിൽ നമ്മളവിടെ ഉള്ളത് അനുസരിച്ച് ഇപ്പോൾ ഒരു $3 ഞാൻ അവിടെ കണക്കാക്കുന്നു. അതിനനുസരിച്ച് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോളിഗൺ അവിടെ കാണാം. ഇത്ര പോളിഗൺ 12 പോളിഗൺ അവിടെ കാണാം. അതിനുശേഷം അപ്രൂവ് USDT ക്ലിക്ക് ചെയ്യുക. അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ ഇൻ്റർഫേസിനകത്ത് ഈ ഒരു ലിക്വിഡിറ്റി പൂള് ആഡ് ആയിട്ടത് കാണാം. ഇവിടെ നിങ്ങൾ ലിക്വിഡിറ്റി പൊസിഷൻ നമ്പർ കാണാം, അതേപോലെ ലിക്വിഡിറ്റി കാണാം, അതേപോലെ സ്റ്റാറ്റസ്. ഇൻ റേഞ്ചാണ് വേണ്ടത്, ഔട്ട് ഓഫ് റേഞ്ച് ആയിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല. അത് ചെക്ക് ചെയ്യാനായി നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഇൻ്റർഫേസ് അവിടെ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും.
അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പൊസിഷൻ, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിക്വിഡിറ്റി, അതേപോലെ ആനുവൽ പ്രീമിയം, അതേപോലെ തൊട്ട് താഴെ നിങ്ങൾക്ക് കളക്റ്റിംഗ് ഫീസ്, അതായത് നിങ്ങൾ ആഡ് ചെയ്ത ലിക്വിഡിറ്റിക്ക് അതിന് കിട്ടുന്ന കമ്മീഷൻ കൃത്യമായിട്ട് അവിടെ വരും. അവിടെ 0.1 ആകുമ്പോൾ തന്നെ ആ കളക്റ്റിംഗ് ഫീസ് അടിക്കാനുള്ള ഓപ്ഷൻ ഓപ്പണായി വരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ നല്ലൊരു പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ആഡ് ലിക്വിഡിറ്റി കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രയാണോ 68% ഇപ്പോൾ കാണിക്കുന്നത് അതിന് കണക്കായ പോളികൾ മുകളിൽ ആഡ് ചെയ്യാം, താഴെ USDT ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ആഡ് ആവും. അതേപോലെ റിമൂവ് ലിക്വിഡിറ്റി, നമുക്ക് ആഡ് ചെയ്ത ലിക്വിഡിറ്റി ഈ ഒരു പൊസിഷൻ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടിക്കാം. എത്ര ശതമാനമാണ്, ഫുൾ വേണമെങ്കിൽ ഫുൾ അടിച്ച് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പകുതി, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം നമ്മൾ ആഡ് ചെയ്ത ലിക്വിഡിറ്റി നമുക്ക് റിമൂവ് അടിക്കാം. ഈ റിമൂവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ സ്മാർട്ട് കോൾ കൂടി വരും. അപ്പം തന്നെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ലിക്വിഡിറ്റി വരും. അതും നമ്മൾ എത്രയാണോ പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളത്, എത്ര USDT ആണോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പോളികളാണോ നമ്മൾ പ്ലെഡ്ജ് ചെയ്തത്, അത് 100% തന്നെയാണ് നമുക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് പെയർ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി അടുത്തത് HCUSDT എന്ന ട്രേഡിംഗ് പെയർ ഓപ്പൺ ആവാറുണ്ട്. അവിടെയും നിങ്ങൾക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡർ ആവാം. അങ്ങനെ ഇനി ഒരുപാട് ട്രേഡിംഗ് പെയറുകൾ വരും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ഇൻകം എടുക്കാനുള്ള, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് ഇൻകം എടുക്കാനുള്ള അവസരം ഈ ഒരു ഹോളിഡേയ്സ് എക്സ്ചേഞ്ചിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർഫേസിൽ കാണുന്നത് പോലെ നിങ്ങളെ പൊസിഷൻ ഇൻ റേഞ്ചിലാണോ ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ഇൻ റേഞ്ചിൽ അവിടെ കാണിക്കും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് കാണാം. ആ ഗ്രാഫിനകത്ത് ആ ഒരു പിങ്ക് കളർ ലൈനിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നിങ്ങൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 0.1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കളക്റ്റിംഗ് ഫീസ് അടിക്കാം. കളക്റ്റിംഗ് ഫീസ് അടിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് കോൾ വന്ന് നമുക്കത് ക്രെഡിറ്റ് ആവും. നമ്മൾ 0.1 ആവുന്നതിന് അടിക്കേണ്ട, ഒരു $1 $2 ആവും അടിച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഓരോ അടിക്കുന്നതിൽ നമുക്ക് ഗ്യാസ് ഫീ കട്ടാകുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.